ജീവിതവും താങ്കൾ എന്താ വേണ്ട. പറയുന്നതെന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികൾ മദ്രസയിലേക്ക് പോകണം, അവിടെ അവർക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ താങ്കൾ താങ്കളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചില്ലെന്നുള്ളതാണ്. താങ്കൾ താങ്കളുടെ കുട്ടികളെ വീട്ടിൽ തന്നെ വെച്ച് പഠിപ്പിച്ചെന്നാണ് അറിഞ്ഞത്. സർ, ഞാൻ എന്റെ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ കാരണം എന്താന്ന് വെച്ചാ, എന്റെ കുട്ടികൾ കരഞ്ഞോണ്ട് സ്കൂളിലേക്ക് പോകുന്ന എനിക്ക് കാണാൻ വയ്യ. കുട്ടികള് ചിരിച്ചോണ്ട് കളിക്കുമ്പോൾ, ചിരിച്ചോണ്ട് കാഡ്ബറീസ് കഴിക്കുമ്പോൾ, ചിരിച്ചോണ്ട് സിനിമ കാണുമ്പോൾ, കാർട്ടൂൺസ് കാണുമ്പോൾ, ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? നിങ്ങൾ തന്നെ പറയൂ. ഞാൻ 25-30 വയസ്സ് വരെ ടീച്ചറായിരുന്നു. അന്നൊക്കെ എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായിരുന്നു, എന്തുകൊണ്ട് കുട്ടികൾ ചിരിച്ചുകൊണ്ട് പഠിച്ചുകൂടാ? കുട്ടികളെ പഠിപ്പിക്കാനായി ഏതൊക്കെ ക്ലാസ്സിലേക്ക് ഞാൻ പോകാറുണ്ടോ, ആ ക്ലാസ്സിൽ ഒരു കുട്ടി പോലും ഇതുവരെ കരഞ്ഞിട്ടില്ല. ഈ മദർഷയുടെ കാര്യത്തിലേക്കെത്തുമ്പോൾ അവരുടെ അച്ഛനും അമ്മയൊന്നും ഇത്രയും പഠിച്ചിട്ടില്ലല്ലോ. ചിലപ്പോ പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരിക്കില്ല. മദർഷയിലേക്ക് കുട്ടികൾ എന്തിനാ പോകുന്നേന്ന് വെച്ചാ, അവരുടെയൊക്കെ മാതാപിതാക്കൾ 4-ാം ക്ലാസ്സോ 5-ാം ക്ലാസ്സോ പോലും പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. എന്നെ തന്നെ നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുത്തോളൂ സർ. വിദ്യാഭ്യാസം, മദർഷ കൊണ്ട് എല്ലാവർക്കും നല്ലത് സംഭവിച്ചാൽ ആദ്യം സന്തോഷിക്കുന്ന ആള് ഞാൻ തന്നെയായിരിക്കും സർ.